ധനമന്ത്രി ഇതിൻ്റെ തുടക്കത്തിൽ എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടു പിറകെ പറയുന്നൊരു കാര്യം 100% ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ റൂറൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ആ ഏരിയയുമായി റിലേറ്റ് ചെയ്ത് കാർഷിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിക്ക് 100 അഗ്രി ഡിസ്ട്രിക്റ്റുകൾ ഫോം ചെയ്യും. അവിടെ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടെ എന്താ പറയുക, കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ പൾസസിന് പ്രത്യേകം പറയുന്നുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേകം സ്കീമുകൾ നമ്മൾ പ്രസംഗത്തിൽ കേൾക്കുമ്പോഴുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രസംഗത്തിൽ കേൾക്കുമ്പോൾ നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് ഈ ഡാറ്റയുമായിട്ട് യോജിക്കുമ്പോൾ എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കോൺട്രഡിക്ഷൻ ഞാനത് ശ്രദ്ധിച്ചു. അതിപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ സമഗ്ര ശിക്ഷ ഇതിൽ ഭാരത് നെറ്റിനെ വെച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് കണക്ഷനെ പറ്റി പറയുന്നത്. എന്തായാലും അത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. കാരണം കേരളം കെ നെറ്റ് വഴിക്കും ഒക്കെ കേരളത്തിൽ ഒരുവിധം എല്ലാ പബ്ലിക് സ്കൂളുകൾക്കും കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ആന്ധ്രാപ്രദേശിനോ തെലങ്കാനയെ പോലെ മഹാരാഷ്ട്ര അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ബേസിക്കായ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കാർഷിക മേഖലയിലെ പൾസിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ആസ്പിറേഷണൽ ബ്ലോക്കുകളിൽ ആ പരിപാടികൾ നീതി ആയോഗ് കഴിഞ്ഞ 5 വർഷമായി പറയുന്ന കാര്യങ്ങളല്ലാതെ ഇതിന് പ്രത്യേക ബജറ്റ് അലൊക്കേഷനുകളൊന്നും ഉള്ളതായിട്ട് തുകകൾ കാണുമ്പോൾ തോന്നുന്നില്ല. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ കമ്പണൻറ്റിലെയും അലൊക്കേഷൻസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അതിൽ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടു. പക്ഷേ ഡോക്യുമെൻ്റ് മുഴുവനായിട്ടും അനലൈസ് ചെയ്യാനുള്ളൊരു സമയമായിട്ടില്ല. അത് വെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് ശരിയുമല്ല. പക്ഷേ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഈ ഇൻഷുറൻസിൻ്റെ രംഗത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ ഇൻഷുറൻസും അതുപോലുള്ള രംഗങ്ങളിലും 74% FDA ലിമിറ്റിൽ നിന്ന് നമ്മൾ 100% FDA ലിമിറ്റിലേക്ക് മാറുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറുന്നത് അത് ഇൻഷുറൻസിന്റെ കുത്തക, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കുത്തക പ്രത്യേകിച്ചും അത് വിദേശ കമ്പനികളിലേക്ക് പോകുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള ലിറ്റിഗേഷനും കവറേജിന്റെ പ്രശ്നങ്ങളും സാധാരണക്കാർ നേരിടുന്ന സ്ഥിതി വരികയും പ്രത്യേകിച്ചും പിന്നെ ആരോഗ്യരംഗത്ത് നിന്ന് PMJAY എന്നുള്ള സ്കീമിനെ കൂടി കണക്കിലാക്കി നോക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിലേക്ക് ഒരു ഊഹം വരുന്നത്. അത് ഊഹം മാത്രമാണ്, ഞാനത് ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലൊക്കെ വരുമ്പോൾ ഈ കമ്പനികളായിരിക്കും ഒരു പക്ഷേ നാളത്തെ PMJAYയുടെ നടത്തിപ്പുകാരായിട്ട് മാറുക എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലും മറ്റും നടക്കുന്ന കവറേജ് ഡിനൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഒരുപാട് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പിന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് അവർ 100% പറയുന്നത് ആ പണം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലേ അങ്ങനെ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഇൻഷുറൻസ് കമ്പനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ലാഭം എന്തായാലും അവർക്ക് പോകും എന്നുള്ളതും അത് സാധാരണക്കാരന്റെ കവറേജിനെ കുറച്ചുകൊണ്ട് കമ്പനികളുടെ ലാഭത്തിലേക്ക് മാറും എന്നുള്ള ഒരു ആശങ്ക, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ആശങ്കയാണ്. കാരണം നമ്മൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രീമിയം തുകയായി മാറ്റുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ ഇൻഷുറൻസ് വഴിക്ക് കിട്ടുന്നു എന്നുള്ള അതേ സമയത്ത് നമ്മുടെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തകരുകയും അത് ഒരുപാട് പിന്നെ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഞാൻ അതുപോലെ ഓരോ കാര്യങ്ങളിലും ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിലും പിന്നെ ഞാൻ ഒരുപാട് പിന്നെ സ്കീമുകളെ പലതും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉഡാൻ സ്കീം പോലെയുള്ള അത് കണക്ടിവിറ്റി കൂട്ടുന്നു എന്നുള്ളതിനോടൊപ്പം വിമാന കമ്പനികൾ അത് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് കാരണം സാധാരണക്കാരന്റെ യാത്ര ഇപ്പോഴും സാധാരണക്കാരന്റെ പിന്നെ പോക്കറ്റിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഡൈനാമിക് ഫെയർ സിസ്റ്റം ഉപയോഗിച്ച് യാത്ര നിരക്കുകൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് വിമാന നിരക്കാണെങ്കിലും അത് ഒരു ഗ്യാരണ്ടീഡ് രാജധാനി എക്സ്പ്രസിന്റെ ഫസ്റ്റ് AC ഈക്വലന്റ് ആയിട്ട് ഇതിനെ വെക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ഈ ലോക്കൽ ഉഡാൻ റീജിയണൽ എന്നുള്ള സംവിധാനത്തിനകത്ത് നമുക്ക് കുറഞ്ഞ നിരക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഗുണം ആർക്കാണ്? എന്നാൽ ഈ കമ്പനികളൊക്കെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് തമ്മിലുള്ള കുറെ പൊരുത്തക്കേടുകൾ നമുക്ക് കാണേണ്ടി വരും.